പൊന്നാരച്ചങ്കുളം എന്തൊക്കെയാണ് വർത്താനങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം യു.പിയിൽ വെച്ച് നടന്നിട്ടുണ്ടായ മഹാകുംഭമേളയിൽ മാല വെക്കാൻ വേണ്ടി വന്നിട്ടുള്ള മൊണാലിസ എന്ന് പറഞ്ഞ പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കുറച്ച് വ്ളോഗർമാർ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മുഖ സൗന്ദര്യം എല്ലാം കണ്ടിട്ട് വീഡിയോസ് എല്ലാം എടുത്തിട്ട് വൈറലാക്കിയതാണ് കേട്ടോ. ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പെൺകുട്ടി. എന്തായാലും ആ ഒരു പെൺകുട്ടി നമ്മളെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എവിടേക്കാ വന്നിട്ടുണ്ടെന്നല്ലേ, നമ്മളെ ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് വണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ പോയി കണ്ടോക്കാം അല്ലേ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. ഏതായാലും നന്നായി. ഉദ്ഘാടന ചടങ്ങെല്ലാം കഴിഞ്ഞു. പാട്ട് പാട്ട് പാടാനും അറിയാട്ടോ. പാട്ടും ഡാൻസൊക്കെ കളിക്കാൻ നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല കേട്ടോ, അടുത്തത് ഇനി സിനിമയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. എന്തായാലും ഒപ്പുവെക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു ന്യൂസും കൂടി നമുക്ക് പോയി നോക്കി നോക്കാം. മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ മൊണാലിസ എന്ന പെൺകുട്ടി ബി ടൗണിൽ സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന എന്തായാലും നമുക്ക് ആ സിനിമ ഒന്ന് പോയി കാണണം. അരങ്ങേറ്റം. മൊണാലിസ നായികയാവുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും. സിനിമയിൽ അഭിനയിക്കാൻ മുൻപ് മൊണാലിസ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എന്തായാലും നമ്മൾ പത്തായത്തിൽ നെല്ലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എലി ഫ്ലൈറ്റ് പിടിച്ച് ബോംബെയിൽ നിന്നും വരുന്ന പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലത്തെ ഇനി നടിമാരെയൊന്നും ഇനി ആവശ്യമില്ല എന്നാണ് നമ്മളെ ബോബി ചെമ്മണ്ണൂർ പറയണത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഇതേമാതിരിയുള്ള സാധു കുടുംബത്തിലെ ആൾക്കാർ വേണം ഇനി വൈറലായിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്തായാലും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ആ സിനിമ ഒന്ന് പോയി കാണണം കേട്ടോ, ആ ഒരു പെൺകുട്ടിയുടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കണ്ടിരിക്കും. ഓക്കെ, ബൈ.